ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് പഴംപൊരിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തൊരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ട് വന്നേന്ന്. അപ്പോൾ ഇവിടെ എല്ലാവരും പഴംപൊരി ആക്കുമ്പോൾ പറയുന്നതാണ് ഈ കടയിൽ കിട്ടുന്ന പോലെ ക്രിസ്പി ഇല്ല, അത് പൊങ്ങി വരുന്നില്ല അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നവർക്ക് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ചേർത്തത് അതേ കപ്പ് തന്നെ അരക്കപ്പ് പത്തിരിപ്പൊടിയാണ്, നൈസ് പത്തിരിപ്പൊടി, അത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം അല്പാൽപ്പായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. നിങ്ങൾ ഒരുപാട് വെള്ളം എടുത്തിട്ട് ഫസ്റ്റ് തന്നെ ചേർക്കാതെ ഇങ്ങനെ ചേർത്തിട്ട് പതിയെ ഒന്ന് ഇളക്കി ആ ഒരു കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരേണ്ടതാണ്. അതിനുശേഷം ഞാനിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ തന്നെ മാവ് കലക്കി വെക്കാൻ ശ്രദ്ധിക്കണം. ഇത് കുറച്ച് വെയിറ്റ് ചെയ്യണം ഇതിന് വേണ്ടിയിട്ട്. അത് 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും പിന്നെ അര ടീസ്പൂൺ മഞ്ഞളും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കറുത്ത എള്ള് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായില്ല. അപ്പോൾ അതും കൂടി ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ പഴം സ്ലൈസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നിങ്ങൾ പാത്രം എടുക്കുമ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ നല്ലോണം കുഴിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിത് പാത്രം എടുത്ത് അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ നന്നായി ചൂടായി വരണം. നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം മാവിൽ മുക്കിയിട്ട് ഇതിലേക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഇടുമ്പം തന്നെ നമുക്കത് പൊന്തി വരുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടി ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു.